യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജർമ്മനിയിലെ ഹോഫ് ഹെറൻബർഗയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള വരവേൽപ്പ്. ആചാരപരമായാണ് അമ്മയെ ഭക്തർ വരവേറ്റത്. ഇറ്റലിയിലെ പിയാസെൻസയിലെ 3 ദിവസത്തെ പരിപാടികൾക്ക് ശേഷമാണ് അമ്മയും സംഘവും ഹോഫ് ഹെറൻബർഗയിലെ മാതാമൃതാനന്ദമയി സെന്ററിൽ എത്തിയത്. മധ്യ ജർമ്മനിയിലെ ഹോഫ് ഹൈറൻബർഗ് നഗരത്തിലാണ് മാതാമൃതാനന്ദമയി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ശാന്തസുന്ദരമായ പ്രകൃതി അമ്മയെ വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. മലകളും താഴ്വരകളും നിറഞ്ഞ പ്രകൃതിയും തെളിഞ്ഞ ആകാശവും അമ്മയെ സ്വാഗതം ചെയ്തു. ഒപ്പം പരമ്പരാഗത ജർമ്മൻ ആചാരങ്ങളോടെ ആയിരക്കണക്കിന് മക്കൾ അമ്മയെ വരവേറ്റു. മാതാമൃതാനന്ദമയി മഠത്തിന്റെ അന്താരാഷ്ട്ര യുവജന പ്രസ്ഥാനമായ അയുത്തിലെ അംഗങ്ങളാണ് അമ്മയെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചത്. വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ വീശി അവർ അമ്മയെ സ്വാഗതം ചെയ്തു. ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമെത്തിയ അമ്മയെ ഭക്തർ ഹൃദയത്തോട് ചേർത്തു. അടുത്ത വർഷത്തേക്ക് അയുത്ത് ആസൂത്രണം ചെയ്യുന്ന പുതിയ പദ്ധതികൾ അമ്മ ഉദ്ഘാടനം ചെയ്തു. നിസ്വാർത്ഥ സേവനത്തിന്റെയും മൂല്യാധിഷ്ഠിത പ്രവർത്തനത്തിന്റെയും ഒരു ദീപസ്തംഭമായി അവ മാറുമെന്ന പ്രതീക്ഷ അമ്മ പങ്കുവച്ചു. ജർമ്മനിയിൽ നിന്നും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് അമ്മയെ കാണാൻ എത്തിയത്. ബ്രോബാക്ടാൽ മേയർ ആൻഡ്രിയോസ് കോച്ച്, ജർമ്മനിയിലെ ഇന്ത്യൻ അംബാസിഡർ അജിത് ഗുപ്തയും ഭാര്യയും, പ്രശസ്ത ജർമ്മൻ വ്യാവസായിക എഞ്ചിനീയറിംഗ് കമ്പനിയായ ടൈസൺ ഗ്രൂപ്പിന്റെ മുൻ CEO മാർട്ടീന മെഴ്സ് എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. അമ്മയുടെ മാനുഷികവും ആധ്യാത്മികവുമായ സ്വാധീനം ഇന്ത്യൻ യൂറോപ്യൻ സമൂഹങ്ങളിലുടനീളം വർദ്ധിച്ചു വരുന്നതായും അത് വലിയ ഊർജം പകരുന്നതായും ജർമ്മനിയിലെ ഇന്ത്യൻ സ്ഥാനപതി അജിത് ഗുപ്തെ പറഞ്ഞു. I would like to very deeply thank Amma and express our gratitude for her unwavering dedication and guidance, and all of you for your presence, your energy and your devotion. 3 ദിവസത്തെ പരിപാടികൾക്കായി ആയിരക്കണക്കിന് ആളുകളാണ് മാതാമൃതാനന്ദമയി സെന്ററിലെത്തിയത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയെ അടുത്തുകണ്ട അവരോരോരുത്തരും അമ്മയുമായി സ്നേഹവും സന്തോഷവും ദുഃഖവുമെല്ലാം പങ്കുവച്ചു. അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് അമ്മയും മാതൃഭാവത്തിലലിഞ്ഞു. ലണ്ടനിലാണ് അമ്മയുടെ അടുത്ത സന്ദർശനം. ന്യൂസ് ഡെസ്ക്, അമൃത TV.